എല്ലാവർക്കും നമസ്കാരം. തംബ്നെയിലിൽ കണ്ടതുപോലെ ഇതൊരു സ്കോളർഷിപ്പ് വീഡിയോ ആണ്. NMMS അഥവാ നാഷണൽ മെറിറ്റ് കം മീൻ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗൂഗിളിൽ കയറി NMMSE എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഫസ്റ്റ് കാണുന്ന സൈറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ പേജിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നോട്ടിഫിക്കേഷൻ, അതുപോലെ ലോഗിൻ ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത് എല്ലാം ഈ പേജിൽ തന്നെയാണ്. ഫസ്റ്റ് എന്താണ് ഈ സ്കോളർഷിപ്പ് എന്ന് നോക്കാം. ഇത് കേന്ദ്ര സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഒരു സ്കീമാണ് ഈ NMMSE സ്കോളർഷിപ്പ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ കാശിൻ്റെ ഒരു പേരിൽ അവരുടെ പഠിത്തം നിന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു സ്കീമാണ് ഇത്. ഈ പേജിൻ്റെ ഇടത് ഭാഗത്ത് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് വളരെ വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്കീമിൽ എല്ലാ വിഭാഗക്കാർക്കും അപ്ലൈ ചെയ്യാം. പ്രതിവർഷം 12,000 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ഈ ഒരു സ്കീമിൽ നിന്ന് കിട്ടുന്നത്. ഇതിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ പാരൻസിന്, മാതാപിതാക്കൾക്ക് വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. എല്ലാ സ്രോതസ്സിൽ നിന്നും 3.5 ലക്ഷം രൂപയെ മാക്സിമം പാടുള്ളൂ. കേരള സർക്കാരിൻ്റെ കീഴിൽ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ നോട്ടിഫിക്കേഷൻ നിർബന്ധമായും വായിച്ചിരിക്കണം. സെപ്റ്റംബർ 23 മുതൽ ആപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്. ഒക്ടോബർ 15 ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി. ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് സ്വന്തമായോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ മുഖേനയോ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതിനോടൊപ്പമുള്ള ഡോക്യുമെൻസും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പലിന് കൊടുക്കേണ്ടതാണ്. അവരുടെ ഒരു വെരിഫിക്കേഷൻ വരുന്നുണ്ട് ഇതിനകത്ത്. പ്രിൻ്റ് ഔട്ടോ ഡോക്യുമെൻസോ സ്കൂളിലല്ലാണ്ട് വേറെ ഒരിടത്തും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഈ സ്കൂളുകളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആണ് ഈ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ അർഹരാകുന്ന കുട്ടികൾക്ക് 9, 10, 11, 12 എന്നീ ക്ലാസ്സുകളിൽ സ്കോളർഷിപ്പ് കിട്ടും. അതിൽ പ്രതിവർഷം 12,000 രൂപയാണ് കിട്ടുന്നത്. ഈ സ്കോളർഷിപ്പിന് അർഹരാകണമെങ്കിൽ അതിനൊരു എക്സാം ഉണ്ട്. ആ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് വിളിച്ചേക്കുന്നത്. ഈ 2024-25 അക്കാഡമിക് ഇയറിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ ചില സ്കൂളുകൾ ഉള്ള കുട്ടികൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് റെസിഡൻഷ്യൽ സ്കൂള്, പിന്നെ കേന്ദ്രീയ വിദ്യാലയം, ജവഹർ നവോദയ ഇവിടങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്ലൈ ചെയ്യണമെങ്കിൽ കഴിഞ്ഞ വർഷം, അതായത് 2023-24 അക്കാഡമിക് ഇയറിൽ 7ാം ക്ലാസ്സിൽ 55% കുറയാതെ മാർക്ക് ഉണ്ടായിരിക്കണം. ST, SC വിദ്യാർത്ഥികൾക്ക് 50% മാർക്ക് മതി. മാർക്കിൻ്റെ കാൽക്കുലേഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ നോക്കുക. അപേക്ഷിക്കുമ്പോൾ അതിനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3.5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അതിൽ കുട്ടിയുടെ പേരിലുള്ള വരുമാന സർട്ടിഫിക്കറ്റാണ് വെക്കേണ്ടത്. അത് വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ വാങ്ങിച്ച് വെക്കുക. SC, ST വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മാത്രം ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി വെക്കണം. ഭിന്നശേഷിപ്പെടുന്ന കുട്ടികളാണെങ്കിൽ 40% കുറയാതെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് മാത്രമേ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി എന്ന കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് തെളിയിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ ബോർഡിൻ്റെ അംഗീകൃത സർട്ടിഫിക്കറ്റ് കമ്പൽസറിയാണ്. അടുത്തത് വേണ്ടത് ഫോട്ടോയാണ്. 6 മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യണം. അതും എത്ര സൈസിലുള്ളതാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്, ഏത് ഫോമാറ്റിലാണെന്നുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ എക്സാമിൻ്റെ കാര്യം പറയുമ്പോൾ 2 പാർട്ടായിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. ഒന്ന് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് മാറ്റ്, പിന്നെ രണ്ടാമത്തത് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സാറ്റ്. ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ താഴെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. OMR മോഡലിൽ ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുള്ളതാണ്
ഈ ഒരു എക്സാം. നവംബർ 16 ഈ 2 പാർട്ടിലുള്ള എക്സാം നടക്കുന്നത്. ഒരേ ദിവസം തന്നെ ആയിരിക്കും, രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് എക്സാം നടക്കുന്നത്. രാവിലെ 10 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയാണ് എക്സാം നടത്തുന്നത്. ഇതിൽ അരമണിക്കൂർ എക്സ്ട്രാ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് മാത്രം കൊടുക്കും. ഈ 2 പരീക്ഷകളിലുമായി 40% കുറയാതെ മാർക്ക് കിട്ടുന്നവരാണ് സ്കോളർഷിപ്പിന് അർഹരാവുന്നത്. SC, ST വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് 32% മാർക്ക് മതി. കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് കേരളത്തിൽ നിന്നും ഒരു അക്കാഡമിക് ഇയറിൽ 3473 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹത കിട്ടുന്നത്. 9ാം ക്ലാസ് മുതലാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത്. തുടർന്ന് 10ാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് കിട്ടാൻ 9ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ മാർക്കും 11ാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് കിട്ടാൻ 10ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ മാർക്കും ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിലെല്ലാത്തിലും 55% കുറയാതെ മാർക്ക് ഉണ്ടായിരിക്കണം. സ്കോളർഷിപ്പിന് അർഹരാവുന്ന കുട്ടികൾ തൊട്ടടുത്ത വർഷം, അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ NSP നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി ഫ്രഷ് ആയിട്ട് വേണം ആപ്ലിക്കേഷൻ കൊടുക്കാൻ. തുടർന്നുള്ള വർഷങ്ങളിൽ റിന്യൂവൽ ആപ്ലിക്കേഷനും കൊടുക്കണം. ഇതൊക്കെ ചെയ്യാതെ ഇതിലെന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് നഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് പോലെ തന്നെ അവരുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യുന്ന പ്രധാന അധ്യാപകർക്കും അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. OMR ആൻസർ ഷീറ്റ് എങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടത്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാം ഇതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. എല്ലാം വായിച്ചതിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻസ് കൊടുക്കാവൂ. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ കുട്ടിയുടെ മാത്രം പേരിലുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. പാരൻസിൻ്റെ പേരും കൂടെ അതിനകത്ത് ചേർന്ന് വരുന്നതോ അല്ലെങ്കിൽ പാരൻസിൻ്റെ മാത്രമുള്ള അക്കൗണ്ടോ ഒന്നും കൊടുക്കരുത്. ഈ നോട്ടിഫിക്കേഷൻ ഒരു 10-25 പേജ് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അവസാനം വരെ കൃത്യമായി വായിക്കുക. ഈ ഓൺലൈനായിട്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് അതിന് സ്ക്രീൻഷോട്ടും അതിനോടൊപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നല്ല വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുക. OMR ആൻസർ ഷീറ്റിൻ്റെ മാതൃകയും ഈ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നത്, ബബിൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് എങ്ങനെ തന്നെ വീട്ടിലിരുന്ന് തന്നെ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഹോം പേജിൻ്റെ ഇടതുവശത്ത് നോട്ടിഫിക്കേഷന് താഴെയായിട്ട് സാമ്പിൾ OMR കിട്ടും. ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് അതിന് പ്രിൻ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ സൈഡിൽ കണ്ടോ കാൻഡിഡേറ്റ് ലോഗിൻ, ഇവിടെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിൻ്റെ താഴെയായിട്ട് ന്യൂ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ രജിസ്റ്റർ നൗ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അതിനകത്ത് പറയുന്നത് നിങ്ങളുടെ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൽ എന്താണോ പേര്, എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത്, ആ സെയിം തന്നെ ഇവിടെയും കൊടുക്കുക. ഒന്നിനും ഒരു മിസ്റ്റേക്ക് വരരുത്. കാരണം ഇത് ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും പിന്നെ അത് നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. ഇതിനകത്ത് കൊടുക്കുന്ന ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നത് തന്നെ കൊടുക്കുക. കാരണം പിന്നീട് എന്തെങ്കിലും ഇൻഫർമേഷൻ വരികയാണെങ്കിൽ അത് ഈ കൊടുത്തേക്കുന്ന ഇമെയിൽ IDയിലും മൊബൈൽ നമ്പറിലേ വരത്തുള്ളൂ. വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിൽ കൊടുത്തും ചെയ്യിക്കാം. അവർക്ക് സ്കൂളുകാർക്കും സെപ്പറേറ്റ് ഒരു ലോഗിൻ ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷനിൽ പറയുന്ന പ്രകാരം അപ്ലൈ ചെയ്തിട്ട് എക്സാം നല്ല രീതിക്ക് എഴുതുക. ലാസ്റ്റ് ഡേറ്റ് മറക്കരുത് കേട്ടോ.